ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എഗ്ഗ് കബാബാണ്. ഈസിയായി ഇതുണ്ടാക്കാൻ പറ്റും. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട്. മസാലയൊന്നും വഴറ്റാതെ തന്നെ ഇതുണ്ടാക്കാം. 3 മുട്ട പുഴുങ്ങിയെടുക്കണം. ഒരു ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുക്കണം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് തന്നെയായിരിക്കണം. അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ എഗ്ഗ് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്താലും മതി. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 2 പച്ചമുളക് ചെറിയ പീസാക്കി കട്ടാക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, കുറച്ച് മല്ലിയില, ഫ്രൈ ആക്കിയ ഒനിയൻ, 3 ഉള്ളിയാണ് ഫ്രൈ ആക്കി എടുത്തത്. ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കണം. 3 ഉള്ളി തന്നെ ഇതിന് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകും. ഇനി എണ്ണ തൊട്ട് ഓരോന്നായി എടുത്ത് ഈ ഷേപ്പിലാക്കി എടുക്കണം. എണ്ണ കൈക്ക് തടവണമൊന്നുമില്ല, അല്ലാതെ തന്നെ നന്നായി ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. എല്ലാം ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് അത് നന്നായി മിക്സ് ആക്കി കൊടുക്കണം. കുറച്ച് ബ്രെഡും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്നായി എടുത്ത് ആദ്യം എഗ്ഗിലും പിന്നെ ബ്രെഡിലും മുക്കി കൊടുക്കാം. ബ്രെഡ് നന്നായി പിടിപ്പിക്കണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ചെയ്യണം, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ആദ്യം എഗ്ഗിലും പിന്നെ ബ്രെഡിലും മുക്കിയെടുക്കണം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച എണ്ണ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്. എന്നിട്ട് എല്ലാ ഭാഗം ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കണം. നല്ല ക്രിസ്പിയാണ്. ചൂടോടെ തന്നെ കഴിക്കണം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ എഗ്ഗ് കബാബ് റെഡി ആയിട്ടുണ്ട്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.